നമ്മ പുരാതന മനുഷ്യരെ പോലെ ആ കാട് വെട്ടിയാണ് കായ്കനികൾ ഭക്ഷിക്കാനുള്ളത് എടുക്കാൻ പോകുന്നത്. ഞാനത് ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അതിനടിയിൽ ചോദിച്ചു, നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ ചെയ്യണേന്ന്. അതിലേറെ ഒരു മാനസികാവസ്ഥയിലേക്കൂടെ ഞാൻ കടന്നുപോയായിരുന്നു. മാരക ആയുധങ്ങളുമായിട്ടാണ്. അപകടങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി. ഞാൻ കയറട്ടെ എന്നാ. എൻ്റെ ദൈവമേ, ഉണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കുക. എനിക്ക് നാളൊരു പ്രശ്നം പറ്റി, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. സാധാരണ വൈകുന്നേരം ആകുമ്പോ വാഴ തന്നെ പൊളിച്ചു വെക്കുമല്ലേ? എങ്ങനെയാന്നറിയില്ല. പക്ഷേ ഇതൊക്കെ തിന്നാൻ കൊള്ളാവുന്നതാണോ? അപ്പേ ഞാൻ ഒരെണ്ണം കഴിച്ചേച്ച് നിങ്ങളോടൊന്ന് അഭിപ്രായം ഷെയർ ചെയ്യാം. പിള്ളേരും ഹസ്ബൻഡും ഒന്നും ഇല്ലാത്തപ്പോ നിങ്ങൾ വീട്ടിലുണ്ടാക്കുക. നമ്മൾ ഈ സ്റ്റാൻഡിങ് കണ്ട് പറമ്പിലേക്ക് പോവുക. മുറ്റത്തല്ല, പറമ്പിലാണ്. ആ ഭാഗത്ത് പറമ്പിലാണ് നമ്മൾ പോകണത്. ആ സ്ഥലത്ത് നേരത്തെ നട്ട വാഴയിൽ നിന്ന് പൊട്ടി വന്നിരിക്കുന്ന ഒരു വാഴ കൊലച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കും വാഴ കൊലച്ചത് കാണിക്കാനാണോ? നല്ല അവിടെ വരുമ്പോ എന്നാന്ന് കാണാം. അപ്പൊ അത് ഒടിക്കുമ്പോ നിങ്ങൾ ഓർക്കുമോ ഇതാണ് അത്ര വലിയ ഗാമ, ഇതുകൊണ്ട് ഇപ്പൊ തോരൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ പയറിട്ട് മെഴുക്ക് വരട്ടെ എന്തെങ്കിലും ഉണ്ടാക്കും. അതിനായിരിക്കും. അതിനൊന്നും അല്ല. പിന്നെ 3-4 പാളികൾ അടർത്തി എടുത്തേച്ച് ബാക്കിയുള്ള സംഭവം ഇന്ന് ഉച്ചത്തേക്ക് തോരനാവും. ആ അടർത്തി എടുക്കണ പാളികളുടെ നാമ്പ് കൊണ്ട് എന്താ ഉണ്ടാക്കണേന്ന് കാണിച്ചേ. കട്ട്ലറ്റ് ഒന്നും അല്ല കേട്ടോ. നമുക്ക് ആദ്യം ഭഗീരഥ പ്രയത്നത്തോടു കൂടി അങ്ങോട്ട് പോകാൻ. കാരണം അവിടെ കാടുണ്ട് പറമ്പിൽ. അതുകൊണ്ട് കാടുണ്ട്. അതൊന്ന് വെട്ടി ചാടിച്ചെടുക്കണം, തെളിക്കണം. അപ്പൊ നമ്മ പുരാതന മനുഷ്യരെ പോലെ ആ കാട് വെട്ടിയാണ് കായ്കനികൾ ഭക്ഷിക്കാനുള്ളത് എടുക്കാൻ പോകുന്നത്. ഈ അത്രയ്ക്ക് ഇതായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കാട്ടിലേക്ക് കയറുമ്പോൾ ചൊറിഞ്ഞു തുടങ്ങി ഇത് ഏതായാലും മാറേണ്ടതാണ്. അത് കാരണം ഞാൻ ഇത് ഇട്ട് പരിപാടി തുടങ്ങുമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത് ഇട്ട് നമുക്ക് ആദ്യം കാട് വെട്ടിത്തെളിച്ചത് പറിച്ചെടുക്കാം. ഇപ്പൊ കേട്ട് കഴിഞ്ഞാൽ ഓടി വരും ഞാൻ പറിക്കാന്നും പറഞ്ഞു. അപ്പൊ റിപ്പബ്ലിക് ഡേ ഇന്ന് ജനുവരി 26 പിന്നെ ഒരാൾ പറഞ്ഞായിരുന്നു, നിങ്ങൾ അന്നന്ന് ചെയ്യണ വീഡിയോയുടെ ഡേറ്റ് ഒന്ന് പറയാവോ എന്ന്. നല്ല കാര്യമാണ് സംഗതി. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ദിവസം സാറ്റർഡേ സൺഡേ എടുക്കുമ്പോൾ, ഇന്നിപ്പോൾ ഹോളിഡേ ആയതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യണത്. എടുക്കുമ്പോൾ നീട്ടി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണോണ്ട് ചിലപ്പോൾ ഡേറ്റ് ഒക്കെ പറയാൻ ആ ടൈമിൽ വിട്ടുപോകും കേട്ടോ. നിങ്ങൾ പറഞ്ഞ സജഷൻ നല്ലതാണ്. ഓർക്കുവാണെങ്കിൽ ആ സമയത്ത് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ആ ഡേറ്റ് നോട്ട് ചെയ്യാം കേട്ടോ. കാരണം ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മളങ്ങ് ഇതാകും. ചിലപ്പോൾ വിട്ടുപോകും പറയാൻ. ഡെയിലി വീട്ടിലിരുന്ന് വീഡിയോ എടുക്കണ ആളാണെങ്കിൽ ഡെയിലി ഓരോ വീഡിയോ എടുത്താൽ മതി. അപ്പൊ അന്നേരം ഇഷ്ടംപോലെ സമയമുണ്ട്. എനിക്ക് അതിന്റെ പരിപാടി അറിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ കിട്ടുന്ന ദിവസം മാത്രമേ ചെയ്യാൻ പറ്റൂ. ഡെയിലി ഒരു 3-4 വീഡിയോ ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെരി 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 ഹാർഡ് വർക്ക് ഇൻവോൾവ്. അപ്പൊ അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താണെന്നറിയാമോ? ഈ വീഡിയോ എടുത്ത ഒരു 2 ഇപ്പൊ ഒന്നാമത് ചൂടായി. എത്ര ഇതാണെങ്കിലും അറ്റ്മോസ്ഫിയർ അങ്ങ് ചൂടായി കഴിയുമ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്കും നല്ല ചൂടായി. ഇനിയിപ്പോൾ ഏപ്രിൽ മെയ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ കിടക്കണേ ഉള്ളൂ ചൂടിൻ്റെ കാലം. അപ്പം നമ്മൾ ശരിക്കും ചൂടുകാലം ആകുമ്പോഴത്തേക്കും കൂടുതൽ അങ്ങ് ഇതാകും ഇത് ചെയ്യുമ്പോൾ. അങ്ങനെ ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു പോയി. ഇങ്ങനെയുള്ള ഒരു ദിവസം 3-4 വീഡിയോ എടുക്കുന്നൊരു കുറച്ച് മുമ്പുള്ള വീഡിയോയാണത്. ഞാനത് ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അതിനടിയിൽ ചോദിച്ചു, നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ ചെയ്യണേന്ന്. എന്നെ അതിനൊക്കെ മറുപടി പറയണം. അതൊക്കെ വിട്ടേക്ക്, മൈൻഡ് ചെയ്യണ്ട. അത് നമ്മുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. നിങ്ങളോട് സാറ്റർഡേ സൺഡേ ഇത് ചെയ്യണം, നിങ്ങളോട് സന്തോഷത്തോടു കൂടി പറയാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് പറയണതാ. പക്ഷെ അത് ബഹുജനം പലവിധ അല്ലേ. അപ്പൊ ഞാനത് വായിച്ചപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ചിരിയും വന്നു. അതിലേറെ ഒരു മാനസികാവസ്ഥയിലേക്കൂടെ ഞാൻ കടന്നുപോയായിരുന്നു. പിന്നെ അത് മൈൻഡ് ചെയ്യണ്ട. അല്ല, പലതും നമ്മളെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ നല്ലവരായ വ്യൂവേഴ്സിനോട് ഞാൻ പറഞ്ഞതാ, പിന്നെ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോണേന്ന്. അപ്പൊ ഓരോരുത്തരുടെ മെന്റാലിറ്റി അതീത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെ, അവരുടെ മൈൻഡ് തന്നെയാണ് അവർ കാണിക്കുന്നത്. അല്ലാതെ നല്ല കമന്റ്സ് നല്ല രീതിയിൽ ഇടുന്നവരും മോശം കമന്റ്സ്, ഇപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മോശമായിട്ട് ഇടുന്നവർ അവരുടെ ക്യാരക്ടറാ കാണിക്കണേ. മോശമായ സംഭവങ്ങൾ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും. ആരും ഒരിക്കലും പെർഫെക്റ്റ് അല്ല എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ അത് നല്ല രീതിയിൽ ചൂണ്ടിക്കാണിച്ച് നമ്മളെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന നല്ലവരായ കണ്ടമാനം വ്യൂവേഴ്സ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവർ എത്രത്തോളം നല്ല ക്യാരക്ടേഴ്സിന് ഉടമയാണ് എന്നാണ് അവർ കാണിക്കുന്നത്. പാരഗ്രാഫ് കണക്കിന് ചിലർ നമ്മുടെ വീഡിയോയുടെ അടിയിൽ
നല്ല കമൻറ്റുകൾക്ക് മറുപടിയും അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു തന്നെ പാരഗ്രാഫായിട്ട് അവർ എഴുതാറുണ്ട്. എനിക്കത് കാണുമ്പോൾ ഓർക്കും എനിക്ക് ക്ഷമയില്ലാത്തൊരു ലേഡിയാണ് ഞാൻ, എന്ത് ക്ഷമയോടുകൂടി അവരത് എഴുതണേന്ന്. അപ്പം ഇവിടെ പറയും പോലെ ബഹുജനം പലവിധമാണ്. പക്ഷെ ഞാനിപ്പോൾ ഇത് പറയേണ്ടിയിട്ട് പറഞ്ഞതല്ലെങ്കിലും നിങ്ങൾ പിന്നെ കഷ്ടപ്പെട്ട് എന്തിനാണ് ചെയ്യണം? അതൊക്കെ ഓരോരുത്തർക്ക് താല്പര്യമല്ലേ ഓരോന്നൊക്കെ ചെയ്യണം. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോയുടെ യാതൊരു സംഭവം അറിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കിട്ടിയാലാണ് ഞാനിത് ചെയ്യണത്. അപ്പം ഞങ്ങൾക്ക് നല്ല വർക്ക് ലോഡും നല്ല ഇതും ഉണ്ട് ആ 2 ദിവസങ്ങളിൽ. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടായാൽ അതിനൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ പലരും വരാനിടയുണ്ട്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് പലരും വരാറുണ്ട്. ഇതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഒരു സന്തോഷം ഇത് ചെയ്യണതാണ് ഇതുകൊണ്ടാണ്. അപ്പം ഇനി നമുക്ക് കാട്ടിലേക്ക് പോകാം. പോരാ ഞങ്ങളുടെ കൂടെ. ഇവിടെ മുഴുവൻ വെട്ടി. നല്ല വാഴക്കൊലയാന്ന് കേട്ടോ അമ്മ പറയണേ. വേനൽക്കാലത്ത് നല്ലതായിരുന്നു പഴുത്ത് കഴിഞ്ഞപ്പോൾ, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇപ്പം ഞങ്ങൾ കാട് വെട്ടിത്തെളിച്ചൂടെ വന്നു മാരക ആയുധങ്ങളുമായിട്ടാ. അതെ, ജനുവരി 26. അപകടങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി. സൂം ചെയ്ത് കൊലയെടുത്തോ. വെയിലത്ത് അല്ല, ഇങ്ങനെ കാട്ടിലാ നിന്നെങ്കിലും നേരത്തെ ഇവിടെ പറിച്ചു വെപ്പിച്ചതാ ഈ വാഴയെ. ഇതല്ല, ഇതിന് മുമ്പുള്ളതാ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ കൊല വെട്ടിക്കഴിഞ്ഞ് പിന്നെ ഒരു ചോട്ടിൽ തന്നെ 2-3 വാഴയായിട്ട് നിന്നതാ. അപ്പം പിന്നെ ഈ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് പിരിച്ചു വെക്കാനൊന്നും മെനക്കെട്ടില്ല ഇങ്ങോട്ട്. അതേ പറമ്പൊക്കെ ഒന്ന് കാണിച്ചോ. കാടാ, എന്നാ കാടാല്ലേ പറമ്പാ കേട്ടോ. ഞങ്ങളുടെ മിറ്റവും പരിസരമൊന്നും അല്ല കേട്ടോ. കുറഞ്ഞു പോനാ. ഇനി ഞാൻ കയറി ഇത് വെട്ടിയെടുക്കട്ടെ. ഇതിന് ശരിക്കും പറയണ വാഴക്കൂമ്പ് ഒടിക്കുക എന്നാ. ഞാൻ വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞത് ഞാൻ വേറൊരു രീതിയിലാണ് ഇത് കട്ട് ചെയ്യണത്. അതുകൊണ്ട് പറഞ്ഞതാ. നിനക്ക് വേറൊരു നല്ല കാര്യം എടുക്കാനുണ്ട്. ഇപ്പഴാ ഓർത്ത. കുഞ്ഞു ചെമ്പരത്തിയിൽ പൂ ഉണ്ടായത് 2, നിന്റെ ഇരുമ്പുള്ളി അടർന്നു പോയിട്ട് മറ്റേ ഇരുമ്പുള്ളി പൂ ഉണ്ടായാലും ഇരുമ്പുള്ളി ഉണ്ടായി. ഞാൻ കേറട്ടെ എന്നാ? കേറിക്കോ. സൂക്ഷിച്ച് കയറണം. സൂക്ഷിച്ചൊക്കെയാ എന്റെ ദൈവമേ. ഇത് പിന്നെ ബാലൻസ് കിട്ടിക്കോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. സ്റ്റാൻഡേ ഇതെന്നെ തൂമ്പേ കൊണ്ടൊക്കെ ആവുമ്പോ വെട്ടണേ. എത്തൂല, നോക്കട്ടെ. അടുത്തേലും കൂടെ കേറിയാലേ ശരിക്കും എത്തുള്ളൂ. അടുത്തേല് കേറണ്ട കേട്ടോ. ശനിയാണ്. വേണ്ട, കേറണ്ടെന്ന് പറഞ്ഞാൽ കിട്ടില്ല സാധനം. വെട്ടുവാട്ടോ, മാറി നോട്ടോ. ഞാൻ കേറി വെട്ടാം, അല്ലാതെ നടക്കൂല. ഇറങ്ങട്ടെ കേട്ടോ. കിട്ടിപ്പോയി. കറ വീഴുങ്ങി. കൊലയുടെ പടം നേരത്തെ എടുത്തല്ലോ. പിന്നെ ഈ പൂമ്പോട് കൂടി കൊലയുടെ എടുക്കണം. മഴച്ചുണ്ടോ നീ പോകാം, കാട്ടീന്ന് പോകാം. വെയിലും ഇരുമ്പുള്ളിയുടെ പിടിച്ചോട്ടെ, നല്ല രസം. ഞാൻ രാവിലെ വെള്ളം ഒഴിക്കാൻ നേരത്തെ അതിലൊരു ഇരുമ്പുള്ളി കിടക്കണം. 1.5 ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ, ഒന്നും ഒഴിക്കാറില്ല. എന്താണ് കൊണ്ട് വെച്ചേക്ക് സ്റ്റാൻഡ് എടുത്തോളൂ. നമ്മുടെ മാവ് കഴിഞ്ഞ പോലെ ഉണ്ടായതുകൊണ്ട് നല്ല മധുരമുള്ള മാമ്പഴം തരുന്ന മാവ്. ഇത്തവണ ചിലപ്പോ സംശയം ഉണ്ടാവാൻ. പോകാം. നിങ്ങൾ തന്നെ വാഴക്കൂമ്പൊന്ന് പൊളിക്കുക. സാധാരണ വൈകുന്നേരം ആകുമ്പോ വാഴ തന്നെ പൊളിച്ചു വെക്കുവല്ലേ. വാഴയല്ല, കൂമ്പിന്ന് തന്നെ വിടർന്നു വരും. ഇതാ കൂമ്പിൽ നിന്ന് വിടരാതെ ഞാൻ തന്നെ ഒന്ന് വിടർത്തുവാണ്. നമ്മൾ തോരനുണ്ടാക്കുമ്പോ വിടർത്തി കുറച്ച് പൊളിച്ച് കളയൂല്ലോ, അതുപോലെ ഇത് പോള കളയൂട്ടോ. ഇത് ഒന്ന് സൂക്ഷിച്ച് അടർത്തി എടുക്കുവാണേ. ഇത് എന്തിനാന്ന് കാണിക്കാം. ഒരു 3-4 വേണം കേട്ടോ. കാരണം കൂമ്പിന് ഏതായാലും കറുത്ത നിറം അധികം എടുക്കുകയില്ലല്ലോ. അതെ കണ്ടോട്ടോ. അതെ വാഴ തന്നെ പൊളിക്കുന്നു. അത് കേടാട്ടോ. കേടാ അല്ല, അത് എടുക്കണില്ല. കേടെടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇരിക്കട്ടെ, മാറ്റാതെ. ഇത്
ഇത് ആ സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട് ശരിക്കും ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കേരളമൊന്നും എടുക്കാൻ പറ്റില്ല. അതിലില്ല, ഇല്ലല്ലേ, അതൊക്കെ ഫ്രഷാ. ഇത് മാത്രമേ ഉള്ളൂ. നമ്മളില്ലേ ഇങ്ങനെ ഓരോ സംഗതിയും ഭക്ഷണപദാർത്ഥങ്ങളാണ് ഉണ്ടാക്കാൻ എടുക്കുമ്പോ അത് ആരും അങ്ങനെ എടുക്കൂല. അത് ഇതിനുണ്ട്. അത് എനിക്ക് തോന്നണതേ ഇവിടെ എന്തോ ചതവ് പോലെ പറ്റിയതാണെന്ന് സംശയം അല്ലേ? അതെ 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 അതെ, ആ ഭാഗത്തേ ഉള്ളൂ, അത് എടുക്കാതിരുന്നാ മതി. അപ്പൊ കേട് എന്ത് നല്ല സാധനമാണെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കുക. എനിക്ക് ഇന്നാളൊരു പ്രശ്നം പറ്റി, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതായത് നമ്മൾ കറി വെക്കാനായിട്ട് ഒരു തോരൻ വെക്കാനായിട്ട് ചീര തോരൻ ഉണ്ടാക്കി. പക്ഷെ അരിഞ്ഞപ്പോഴോ ഇത് ചെയ്തപ്പോഴോ ഒന്നും കുഴപ്പമില്ല. തേങ്ങയ്ക്കോ മുളക് പൊടിക്കോ ഒന്നിനും ഒരു കുഴപ്പമില്ല. ചീര വെന്ത് കഴിഞ്ഞപ്പോൾ കയ്പ. അപ്പം ആടെ എടുത്ത് കളഞ്ഞു. കാരണം അതെന്താണെന്നറിയില്ല, ചീരയുടെ ഇതാണോ എന്തോ. അപ്പം നമ്മൾ ഭക്ഷണ സാധനങ്ങൾ എത്ര അമൃതാന്ന് പറഞ്ഞാലും കേടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ കഴിക്കാതിരിക്കുക നമ്മൾ. അതാണ് ഏറ്റവും നല്ലത്. അത് അപ്പം ഇപ്പം വേണമെങ്കിൽ ഉടനെ തന്നെ അതിൻ്റെ അടിയിൽ വരും കേടുള്ളത് ആരെങ്കിലും കഴിക്കുമോ. അപ്പം ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒരിക്കലും എടുക്കരുത് കേട്ടോ. കാരണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ശരിയാവൂല, ഇരട്ടിപ്പടി പണിയാവും നമുക്ക്. അപ്പൊ എപ്പോഴും നോക്കാം. ഞാനിപ്പോ ഈ കൂമ്പില്ലേ ഫുള്ളായിട്ടൊന്ന് കഴുകിയേച്ച എടുത്തേക്കാം. ഒരെണ്ണം കൂടെ എടുക്കാം, കാരണം ഇത് 1-2 കേടുണ്ട്. മാറ്റുക, നോക്കി എടുക്കാട്ടോ. എടുക്കുമ്പോ ഇതൊരു വ്യത്യസ്തമായ വിഭവമാണ്. അതെ, വിഭവമാണ്. ഇത് മതി. ഇനി എടുത്താ കിട്ടുമോ? അല്ല, ഇത് മതി. അതിനകത്തുണ്ടല്ലേ. പിന്നെ ഇത് മതി. ഇത് നമുക്ക് ഉണ്ടാക്കാൻ നേരത്തെ അടർത്തിയ പോലെ മതി 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 ഇരുന്നോട്ടെ. അപ്പൊ ദേ 4 എണ്ണത്തിന്റെ നമ്മൾ എടുത്തേക്കണം. നോക്കിക്കേ, ഇത് മതിയില്ലേ? ധാരാളം. കൊള്ളൂലാത്ത മാറ്റം. അപ്പം ഇതുകൊണ്ടൊരു വ്യത്യസ്തമായ നീ പറഞ്ഞ പോലെ ഐറ്റാണ്. ഒരു സ്നാക്ക് എന്ന് പറയാം അല്ലേ, ഈവനിങ്. അല്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ മഴയത്ത് കഴിക്കാൻ നല്ലതാ കട്ടന്റെ കൂടെ. കട്ടൻ ഇവിടെ കുടിക്കല് കുറവാണ്. കട്ടൻ അല്ലെങ്കിൽ പാൽച്ചായ അല്ലെങ്കിൽ പാൽ കാപ്പി ഏതിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ, മൂടി വെച്ചേക്കാം. ഇനിയിപ്പൊ ഇത് കഴുകൂല, അതുകൊണ്ട് നമുക്ക് ഫുഡ് കവർ ഇട്ട് മൂടിയേക്കാം. ഓക്കെ, അപ്പൊ പരിപാടി തുടങ്ങുമ്പോ കാണാം. ഇപ്പൊ കണ്ടോ, 2-3 ഇരുന്നത് നിങ്ങളെ കാണിച്ചതാണ്, എടുത്ത് വെച്ചേക്കണേ. അത് ഞാൻ അടർത്തി അതിലേക്ക് വെച്ചേ. ഇന്ന് ഊണ് കഴിഞ്ഞ് ഞങ്ങൾക്ക് റെസ്റ്റ് ഇല്ല. അപ്പൊ ഇതിന്റെ പൂവാണ് യൂസ് ചെയ്യണത്. അതെ, എന്താന്ന് വെച്ചാ ഇച്ചിരി ആക്ടിവിറ്റി വൈകുന്നേരം ഉണ്ട് പുറത്ത്. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഇത് ചെയ്യണം. ദേ എന്റെ രീതിയിൽ ഇതേ ഓരോന്നായിട്ട് ഇതേ ഞാൻ അടർത്തി ഇടുക. ഇത് എങ്ങനെ ഇരിക്കുമെന്നോ കറയുണ്ടാവുമോന്നോ ഒന്നും എനിക്കറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യണതാണ്. ഞങ്ങൾ വേറൊരു രീതിയിൽ കണ്ട് മനസ്സിലാക്കി ഇത് ചെയ്യണതാണ് കേട്ടോ. അപ്പൊ ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും മോശമാണെങ്കിൽ നിങ്ങളോട് പറയാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാം ഞങ്ങൾ സാമ്പിളായിട്ട് സ്വല്പേ ഉണ്ടാക്കുള്ളൂ. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പിന്നെ ഉണ്ടാക്കി മതിയല്ലോ. വെറുതെ വെളിച്ചെണ്ണ ഇതൊന്നും കളയണ്ടല്ലോ. അപ്പൊ ഇത് ഒരു 3-4 ആവർത്തി ഇങ്ങനെ കഴുകാൻ വെക്കാം. മറക്കേരിയെ പോയി കഴുകി ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കറയൊക്കെ പൊക്കോട്ടെങ്കിൽ കഞ്ഞോളത്തിൽ കഴുകാനൊന്നും കഞ്ഞോളം ഇല്ല, അതൊക്കെ മാറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് മാറ്റുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ബാറ്റർ തയ്യാറാക്കാം. ആദ്യം നമുക്ക് കഴുകിയെടുക്കാം. നാലാവർത്തി കഴുകണം കേട്ടോ. കറയുണ്ടാവൂല. കറയുണ്ടാവും. വാഴയുടെ ഇതല്ലേ, അപ്പൊ എന്തായാലും ചമർപ്പത ഉണ്ടാവും. ഒരേ വെറൈറ്റി ഇല്ലേ, എങ്ങനെയാന്ന് നോക്കാം. ഏതായാലും സാമ്പിളല്ലേ ഉള്ളൂ. 3 ട്രിപ്പ് കഴുകി. മുടക്കില്ലാത്ത സാധനമല്ലേ അല്ലേ? 100% ഓർഗാനിക്. അതെ, ഫ്രഷ് ഫ്രം അവർ പറമ്പ്. കണ്ടല്ലോ ഇവിടെ പറിക്കുന്ന വീഡിയോ ഒക്കെ, രസകരമായ വീഡിയോ. രസകരമായ കാടും വഴിയും തെളിച്ച് പണ്ടത്തെ ആൾക്കാരെ പോലെ, പുരാതന മനുഷ്യരെ പോലെ അമ്മ കായ്കനികൾ ഭക്ഷിക്കാനായി പറമ്പും കാടും തെളിച്ച് നടന്ന അമ്മ ഇപ്പോൾ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. റിസൾട്ട് ഉണ്ടാക്കിയില്ല, ഉണ്ടാക്കാൻ ഉള്ള ശ്രമത്തിലാ. ഒരു റിസൾട്ട് ഉണ്ടാക്കി, കൂമ്പ് തോരൻ ഉണ്ടാക്കി. പക്ഷെ അതുകൊണ്ടായില്ല. ഇതാണ് മെയിൻ താരം. കൂമ്പ് തോരന് വേണ്ടിയല്ല കാടും മേടും വെട്ടിയത്, ഇതിനു വേണ്ടിയായിരുന്നു. അപ്പൊ അത് മുഴുവനും ഇതിന്റെ ആവശ്യം ഇല്ലാത്തോണ്ട് ബാക്കി കൂമ്പ് തോരനാക്കി. അയൺ കടായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കിടക്കുന്നത് വെള്ളാട്ടോ, അതിൽ വറുത്തെടുക്കാം. അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാ നമ്മൾ ഉപയോഗിക്കണേന്ന് കാണിക്കാം.
1 സ്പൂൺ വറുത്ത പുട്ടിന്റെ തരിങ്ങുള്ള പൊടി, അതൊരു ക്രിസ്പിനെസ്സിനാട്ടോ. അത് ശരി. കോൺഫ്ലവർ. കോൺഫ്ലവർ അത്രയല്ലേ ഉള്ളു. അപ്പോൾ അധികം മാവ് എടുത്ത് കഴുകി കലക്കി കളയണ്ടായിരിക്കും അല്ലേ. 2 സ്പൂൺ എടുക്കാം. ഏതായാലും ഇച്ചിരി ഏതായാലും വേണ്ടി വരുമല്ലോ അല്ലേ. ഒന്നോടെ എടുക്കാം. പിന്നെ ഈ ബാറ്റർ പിന്നെ ഉണ്ടാക്കാൻ പറ്റൂല, അതുകൊണ്ടാട്ടോ. ഇച്ചിരി തിക്കായിട്ടിരിക്കുന്നുണ്ട്. മതിയാവും. കുറഞ്ഞു പോയാൽ ഞാൻ പറഞ്ഞില്ല, പിന്നെ രണ്ടാമത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇരിക്കട്ടെ. കോൺഫ്ലവർ കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഇത്ര ഐറ്റംസ് മാത്രമേ ഞങ്ങൾ ചേർക്കണോളൂ. എന്നാന്ന് നിങ്ങൾ നോക്കിക്കോളുക. ചിലത് വീഡിയോ ഫുള്ള് കാണാതെ ഐറ്റംസ് ചോദിക്കാറുണ്ട്. ഉപ്പ ആവശ്യത്തിനുള്ള ഉപ്പ കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ബാറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ, ബാറ്റർ തയ്യാറാക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഇതിൽ ചേർക്കണം എന്ന് കാണാൻ പറ്റും. ഇനി സ്വല്പം കുരുമുളക് പൊടി. കടലമാവ് ചേർക്കണില്ലേ നമ്മൾ? ഇല്ല, ഓ അത് വേണ്ട. തോണ ഡിഫറെന്റ് ആയിട്ടാ. കുരുമുളക് എരിവിന് കേട്ടോ. മതിയാവും. പോരെ? മതി. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി. മഞ്ഞച്ചിരിക്കാൻ. കടലമാവിന് പകരം മങ്ങലത്തെ മഞ്ഞൾപ്പൊടി മാത്തുക്കുട്ടിയുടെ ഇതുപോലെ മതിയാവും. ഇനി ചേർന്ന് ചേച്ചിയുടെ പിരിയമുളക് പൊടി. എരിവുമുളക് പൊടി ചേർക്കണില്ല കേട്ടോ, കാരണം കുരുമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ടുണ്ട്. ബാറ്ററി തയ്യാറാക്കി വെച്ച് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് മതിയാവും. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് തയ്യാറാക്കി എടുക്കാം. ആദ്യം ഇച്ചിരി ഒരു കട്ടിപ്പരുവത്തിന് ഇരിക്കണ്ടേ പൊടിക്ക്. അത് നമുക്കറിയാലോ അതിൻ്റെ മാവിൻ്റെ പരുവം. ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് നോക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ഞാൻ ഈ കൺസിസ്റ്റൻസിയിലാട്ടോ എടുത്തതാ. ബാറ്ററിലേക്ക് നമുക്ക് ഇതിന്റെ പൂവിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേതായാലും ഒരു അതിശയം തന്നെയാ. എങ്ങനെയാന്ന് അറിയില്ല. പക്ഷെ ഇതൊക്കെ തിന്നാൻ കൊള്ളാവുന്നതാണോ? വാഴപ്പൂ ആയതുകൊണ്ടല്ലേ. നമുക്ക് നോക്കാം കേട്ടോ. ആർക്കറിയാം, തിന്ന് കഴിയുമ്പോ എന്തെങ്കിലും സംഭവിക്കുമോ നോക്കാം. ഏതായാലും നമ്മൾ തിന്നിട്ട് നമുക്ക് അഭിപ്രായം വ്യക്തമായിട്ട് വ്യൂവേഴ്സിനോട് പറയാം, ഷെയർ ചെയ്യാം. അതിന് കുഴപ്പമില്ലല്ലോ. അതില്ല. പിടിക്കട്ടെ കേട്ടോ. നേരം ഇരിക്കട്ടെ. പിടിക്കുന്നുണ്ട്. അതിങ്ങനെ ചേർക്കണം. ഇത് കഴിഞ്ഞിട്ട് അത് മിക്സ് ചെയ്യാം അല്ലേ. ഇത് വെളിച്ചെണ്ണയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടില്ലേ, അതിൽ പുരട്ടാം. ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കാം. കുറച്ചു നേരം ഒന്ന് ഇരുന്നാലേ അതിലേക്ക് ഇറങ്ങുള്ളൂ. നീ പറഞ്ഞ പോലെ കഴിക്കാൻ വയറിനല്ല അപാകത ഉണ്ടാവുമെന്ന് അറിയില്ല. കടായി ചൂടായേ, കുറച്ച് ഓയിൽ ഒഴിക്കുവാണ്. പോരെ? 2 ട്രിപ്പായിട്ട്. എന്നാന്ന് വെച്ചാൽ ഒറ്റ ട്രിപ്പായിട്ട് വറക്കായിരുന്നു, പക്ഷെ ആ പാത്രത്തിൽ അത് ഡിപ്പ് ചെയ്തപ്പോൾ അത്രേ പറ്റുള്ളൂ. അപ്പം ഇത് വറുത്ത് പൊരിയിച്ച് ഇടുന്ന സമയത്ത് അതിനകത്തേക്ക് ഇത് കുതിരാനായിട്ട് വെക്കാം. അപ്പം ഇത് ചൂടായി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേ വറുത്ത് വരാനെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കയ്യിലുകളൊക്കെ കോരിയെടുക്കാം. എങ്ങനെ ഇരിക്കോ എന്നാണെങ്കിലും പറയാം. മോശമാണെങ്കിൽ മോശമെന്ന് തന്നെ പറയാം. ആരും ഇതിന് മെനക്കെടണ്ടല്ലോ. പിന്നെ ഇത് നല്ലതാണെങ്കിൽ അവനവൻ്റെ പറമ്പിലുള്ള വാഴയുടെ ഇതെടുത്ത് ചെയ്യാലോ എന്ന് ഓർത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ലേ ഇത്. ഫ്രൈ നല്ലതാണെങ്കിൽ. പക്ഷേ കടലമാവ് കൊണ്ടും ചെയ്യായിരിക്കും. ബജിയൊക്കെ സാധാരണ കടലമാവാണ് എല്ലാവരും ചെയ്യണത്. ഞങ്ങളിപ്പോൾ കോൺഫ്ലവറും 1 സ്പൂൺ വറുത്ത തരിങ്ങുള്ള പുട്ടിന്റെ പൊടിയാണ് ചേർത്തേക്കണം. പിന്നെ ബാക്കി ഉപ്പ്, ബാക്കിയല്ല മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടല്ലോ ഓൾറെഡി. ഇനി എണ്ണ ചൂടാവട്ടെ. നമുക്ക് ചൂടായെന്ന് എനിക്ക് തോന്നണം. വലുതാവുണ്ടല്ലോ. ഈർക്കണ്ട് കേട്ടോ. ഇതിന് പിന്നെ അധികം വേവില്ലല്ലോ. ഒട്ടും വേവില്ല. തീരെ തിന്നല്ലേ. അതെ. വയറൊന്നും അറിയൂല ഇത് കഴിക്കാം. ചുമ്മാ ഒന്ന് വെറുതെ ഒന്ന് കഴിക്കാമെന്ന് മാത്രം. ഞാൻ വെറുതെ ഒരു സാമ്പിളിന് ഇച്ചിരി എടുത്ത് നോക്കിയതല്ലേ. ഒരു വെറൈറ്റി അത്രേ ഉള്ളൂ. നമ്മളതേ ഉദ്ദേശിച്ചോളൂ. മതിയായിരിക്കും. ഒറ്റച്ചങ്ങലിയായിട്ടാട്ടോ ഇരിക്കണം. കുറച്ചൊക്കെ ഇതിന്ന് മാവ് വിട്ട് പോന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എനിക്ക് തോന്നണത് ചിലപ്പോൾ കടലമാവാണെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നേനെയാണ്. എനിക്ക് വലിയ ഐഡിയ ഇതിനെപ്പറ്റി ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യമായിട്ട് ചെയ്യണതാണ്. ഞങ്ങൾ സാമ്പിൾ ആയതുകൊണ്ട് കുറച്ചെടുത്ത 2-3 പോയിന്റ് എടുത്ത് ചെയ്തേക്കണതാണ്. എന്നാ ടേസ്റ്റൊന്നും ഒന്നും നമുക്കറിയില്ല. അപ്പം മറ്റേ ബാറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും കുറച്ചൊക്കെ ഇങ്ങനെ വിട്ട് പോകാനുണ്ട്. പക്ഷേ ഇത് അധികം ലൂസ് ഫോമൊന്നുമല്ല, ഇതിലധികം പിടിക്കണില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ചീനിച്ചട്ടിയിലേക്ക് കുറച്ചൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എന്നതാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, തകരാറുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അതിപ്പോൾ എനിക്ക് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ലേ.
നമ്മള് പനിക്കൂർക്ക ബജിയൊക്കെ ചെയ്തത് കടലമാവ് വെച്ചിട്ടാണ്. കടലമാവ് ഇതിങ്ങനെ ചുമപ്പ് പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഇനി കരിഞ്ഞു പോയ തിന്നല്ലേ തീരെ, അത് പിന്നെ കരിചൊവയാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കോരിയിലാട്ടോ, അടുത്ത ട്രിപ്പ് കോരുമ്പോൾ കാണിക്കാം കേട്ടോ. അതിനാന്ന് വെച്ചാൽ പെട്ടെന്ന് കളർ ചേഞ്ച് വന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയായി. ഞാൻ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിന്നായതുകൊണ്ട് തിരിച്ചു മറിച്ചു വിട്ടായിരുന്നു കേട്ടോ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയുള്ളതാണെങ്കിൽ ആ കുഴപ്പമില്ല, കരിയൂല. പക്ഷെ അല്ലെങ്കിൽ ഉള്ളി ഇങ്ങനെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പൊ വെന്തോ ഇല്ലയോ എന്നൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചും മറിച്ചും കുറെ പ്രാവശ്യം ഇട്ട് ഓരോന്നെന്തി അതിൽ കോരി വെച്ചൊന്ന് തിന്ന് നോക്കിയപ്പോൾ ക്രിസ്പി ആയിട്ടിരിക്കണം. പിന്നെ ഞാൻ കൃത്യമായിട്ടുള്ള അഭിപ്രായം ശരിക്ക് വൃത്തിയായിട്ട് കഴിച്ചേച്ച് പറയാൻ വെച്ചേച്ച് അടുത്തത് നമുക്ക് വറക്കാനിടാം. ഞങ്ങൾക്ക് ഒറ്റ അച്ചില് കിട്ടിയ പോലെ കിട്ടിയേക്കണം. ഇത് കാണുമ്പോ നീ പറഞ്ഞ പോലെ ഇവിടെ ആദ്യമേ തന്നെ പറഞ്ഞു കൊഴുവ വറുത്തത് പോലെയുണ്ട്. വളരെ കറക്റ്റാ അത്. കൊഴുവ വറുത്തത്, കുഞ്ഞു കൊഴുവ വറുത്ത് കോരും പോലെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, യാതൊരു തരത്തിലുള്ള കറയുടെ ഒരു പ്രശ്നവും ഇല്ല. കറചൊവ ഇപ്പൊ വ്യത്യസ്തമായ ഒരു ഫ്രൈ എന്ന് തയ്യാറാക്കിയ നൊയമ്പ് കാലത്തൊക്കെ എനിക്ക് തോന്നണത് നമുക്ക് ചോറിന് ഇത് കുറിക്കാൻ നല്ലതാ. ചോറിന്റെ കൂടെ വെക്കാൻ നല്ലതാ. ഒരു വെറൈറ്റി വെക്കുവല്ല, ചോറിന് കൂടെ അപ്പൊ തന്നെ വറുത്തും കഴിക്കാൻ നല്ലതാ. കഴിക്കുക. ഓരോന്നോരോന്ന് മാറി മാറി ചമ്മന്തിയും പയറും ഒക്കെ ആയിരിക്കും മിക്കവാറും. മീനില്ലാതെയുള്ള മീൻ വറുപ്പ് ആക്കാം. അപ്പൊ ഞങ്ങൾ 2-3 എണ്ണമൊക്കെ എടുത്ത് കഴിച്ചു നോക്കിയായിരുന്നത്. വേവ് പാകാണോന്നൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് കോരി അടർത്തി വളരെ വിഷമിച്ച് ഓരോന്നേ ആക്കി എടുത്ത് കഴിച്ചു നോക്കിയായിരുന്ന. അപ്പൊ ഞാൻ ഒരെണ്ണം കഴിച്ചേച്ച് നിങ്ങളോടൊന്ന് അഭിപ്രായം ഷെയർ ചെയ്യാം. കഴിക്കുമ്പോ നിങ്ങൾ അതിന്റെ മുരുമുരിപ്പ് നോക്കിക്കോട്ടോ. ഞങ്ങൾ പറയണതാണോ ഏതാന്ന് സത്യം നിങ്ങൾക്ക് അറിയണ്ടേ. ഇപ്പം മുരിപ്പ് കേട്ടല്ലോ. ഇത് ഇനി ഒരെണ്ണമായിട്ട് പറ്റല്ലോ. കേട്ടല്ലോ, വറക്കം പോലെ മുരുമുരിപ്പുണ്ട് ആ വറുത്തം പോലെ. പിന്നെ ഞാനൊരു അഭിപ്രായം പറയണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ യാതൊരു കറചൊവയില്ല. ഇല്ല. ഇതിന്റെ ബാറ്റർ എനിക്ക് തോന്നുന്നത് ഞാൻ പറയണതാണ് അഭിപ്രായം. ഞങ്ങൾ കോൺഫ്ലവറും അരിപ്പൊടിയല്ലേ നമ്മൾ ചേർത്തേക്കണേ. അതിന് പകരം ചിലപ്പോൾ കടലമാവും അരിപ്പൊടിയും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇത് ഇതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്, വേറെ യാതൊരു കംപ്ലൈന്റും ഇല്ല. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫോൾട്ട് പറ്റിയേക്കണം എന്നാന്ന് വെച്ചാൽ ഒറ്റ അച്ചിലെ പോലെയാ കോരി വെച്ചേക്കണം. ഇനി അടർത്തി എടുക്കണം. ഇത് ഞാൻ 2 കേട്ടതേ നല്ല ക്രിസ്പിയാ. സോസ് മുക്കിയോ ചമ്മന്തി ഉണ്ടെങ്കിൽ ചമ്മന്തി മുക്കിയോ എല്ലാം തിന്നാം, കഴിക്കാം. അതാണ്. യാതൊരു തരത്തിലും ഒരു അരുചിയില്ല. ഒരു പ്രാവശ്യമെങ്കിലും വീട്ടില് പിള്ളേരും ഹസ്ബൻഡും ഒന്നും ഇല്ലാത്തപ്പോ നിങ്ങൾ വീട്ടിലുണ്ടാക്കുക. എന്നിട്ട് അവര് വരുമ്പോ കൊടുത്തിട്ട് എന്താന്ന് അഭിപ്രായം ചോദിക്കുക. ഒരു തരത്തിലും പറയാൻ സാധ്യതയില്ല. എന്നാന്നുള്ളത് ആരും പറയാൻ സാധ്യത വളരെ കുറവാട്ടെ. എന്നാന്ന് വെച്ചാ ടേസ്റ്റ് നമുക്ക് കിട്ടണില്ല. ഈ സാധനം ഇതാണെന്ന് ഒരിക്കലും പറയില്ല. അല്ല, ഇത് നമ്മള് വാഴക്കൂമ്പ് തോരന് വേണ്ടി അരിഞ്ഞ് മാത്രം എടുക്കലല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഈ കൂമ്പ് കൊണ്ട് വേറെ ഒന്നും നമ്മൾ ചെയ്യാറില്ല. ഞങ്ങളൊന്നും ചെയ്യാറില്ല. പൂവ് കൊണ്ട്. പൂവ് കൊണ്ട്, കൂമ്പല്ല കേട്ടോ, സോറി, പൂവ് കൊണ്ട്. അപ്പൊ ഇത് അവര് കഴിച്ചു കഴിയുമ്പോ അവരെന്നെ അഭിപ്രായം പറയണേന്ന് നോക്കാം. എന്നാന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് പലരും കമന്റുകൾ തരാറില്ലേ, കമ്പിളി നാരങ്ങ അച്ചാറിട്ട് നല്ലതായിരുന്നു, അതുപോലെ നിങ്ങളൊന്ന് പറയാം. ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോ നല്ലൊരു സന്തോഷം. അപ്പൊ ഓക്കെ, ചിലപ്പോ ഗരം മസാല കിട്ടാൻ നല്ലതായിരിക്കും. ഗരം മസാല ഇട്ടാൻ നല്ലതായിരിക്കും. ഞങ്ങൾ അതൊന്നും ചേർത്തില്ല, ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാ. അപ്പൊ അവിടെ ഇരുന്ന് ഏതാണ്ട് വായിച്ചോണ്ടിരിപ്പുണ്ട്. ഇവള് കൊണ്ടേ കൊടുത്തപ്പോ നല്ലതാന്ന് പറഞ്ഞു. എന്നാന്ന് പിടികിട്ടിയില്ലെന്നാ പറഞ്ഞ. നല്ല മുറിച്ചിലുണ്ട്. ഇനി നമുക്ക് മറ്റത് കൊണ്ട് ഒരു ദിവസം ഉണ്ടാക്കാം. വീഡിയോ കാണാൻ പറ്റില്ല, സമയമില്ല. യാത്ര പോണേന്റെ 4 പോവാം. അറിയാവുന്ന കൂട്ടായൊന്നും കുഴപ്പമില്ല. 35 വർഷം പോയി നടന്നാ. വാഴപ്പൂവ് ഫ്രൈ കഴിക്കണേന്റെ ശബ്ദം, അപ്പ കഴിക്കണേന്റെ ശബ്ദം, ടേസ്റ്റ് കറ ഇതൊന്നുമില്ല. ഒരു ടേസ്റ്റ് എന്ന് പറയാൻ ഒരു വെറൈറ്റി. അതെ. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും പിള്ളേർക്കും വീട്ടിലുള്ളവർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാം. നല്ലതാ. ചേതയില്ലാത്ത ഒരു സാധനമല്ല, അവനവന്റെ വീട്ടിലുള്ള സാധനം തന്നെയല്ലേ. ഈ മീൻ വറക്കണ ഇതിന്റെ അത് തന്നെ ചോറിന്റെ കൂടെ ഇച്ചിരി ഗരം മസാലയും കൂടി ഇച്ചിരി അഡീഷൻ ഒക്കെ ചേർത്താ മതി. മീൻ വറക്കുമ്പോ ചേർക്കണ ഐറ്റംസ് ഒക്കെ ചേർത്തേ. നമ്മള് പെപ്പർ മാത്രമേ ഇട്ടുള്ളൂ. അതെ.
അത്രയൊന്നും ഇട്ടില്ല. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ചെയ്തേക്കണേന്നുള്ളത്. അപ്പൊ ഇനി നമ്മുടെ വീഡിയോ കാണാൻ പോവാം. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി. അതെ, പിന്നെ ഇന്ന് കിടപ്പില്ല. അപ്പൊ അത് കാണുമായിരുന്നോ? വീഡിയോ കാണുമായിരുന്നോ? വീഡിയോ കാണുവാണോ? അല്ലായിരിക്കും. അപ്പൊ ഞാൻ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ വാഴപ്പൂ ബജി എന്ന് പറയാൻ പറ്റില്ല, വാഴപ്പൂ ഫ്രൈ ആണ് കേട്ടോ കഴിച്ചോണ്ടിരിക്കുകയാണ്. അതെ, ഒറ്റ പീസായിട്ട് എടുത്ത് കഴിക്കണേ. നല്ല ടേസ്റ്റാ. ടേസ്റ്റ് നല്ലോണം ഇഷ്ടപ്പെട്ടു. കറ ചൊവ്വയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു വാഴപ്പൂവ് തോരൻ വെക്കില്ലേ, കടപ്പൻ തോരനൊക്കെ വെക്കില്ലേ, അതിനേക്കാളും നല്ല കേട്ടോ. അതിനേക്കാളും എനിക്ക് ഇതിൻ്റെ രുചി ഇഷ്ടമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നോയമ്പ് സമയത്തൊക്കെ മീനില്ലാത്ത മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ട്രൈ ചെയ്യാന്ന് നോയമ്പ് സമയത്തെ. സ്റ്റിൽ ഇത്ര ചേർത്തുള്ളൂ എങ്കിൽ കൂടിയും ഇതിന് നല്ല രുചിയുണ്ട്. എനിക്കിഷ്ടമായി. എന്താ വെച്ചാൽ പ്രതീക്ഷകൾ ഒട്ടും രുചി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച, എന്നിട്ട് രുചി വന്നു കഴിഞ്ഞപ്പോൾ നമുക്കതൊരു ഗുഡ് ഫീലിംഗ്. കൊള്ളാം കേട്ടോ.